കഴിച്ചാൽ ദഹിക്കാത്തതായിട്ടുള്ള യാതൊരുവിധ ആഹാരവും കഴിക്കരുത്. അന്നത്തെ കാലത്ത് എണ്ണ തേച്ച് കുളിക്ക് പകരം ഇന്ന് ഉഴിച്ചലുകൾ എന്ന കർക്കടക മാസം അത് തീർച്ചയാക്കി. കർക്കടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സങ്കടം വന്നു. കാരണം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ ജഗദംബികേ ശരണം, ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതിയേ ശരണം. കർക്കിടക മാസം വീണ്ടും വന്നു കഴിഞ്ഞു. അനവധി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ പലരും കൃഷി സ്ഥലമായിട്ടും തോട്ടങ്ങളായിട്ടുമാണ് കാലം കഴിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ജോലി ചെയ്യാനുള്ള കമ്പനികളോ അല്ലെങ്കിൽ ജോലിക്കായിട്ട് പ്രയത്നിച്ചാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലോ ആയിരുന്നില്ല അന്നത്തെ കാലത്തെ ജനങ്ങൾ. അതുകൊണ്ട് നമ്മൾ പൂർവികന്മാർ കൃഷിസ്ഥലങ്ങളിൽ പോയി കൃഷി ചെയ്തും അതുപോലെ തന്നെ തോട്ടങ്ങളിൽ പല വൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച് ഫലങ്ങൾ ഉണ്ടാക്കിയും പച്ചക്കറികൾ ഉണ്ടാക്കിയും കാലം കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള കർക്കടക മാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കർക്കടക മാസത്തിന് പഞ്ചമാസം എന്നും അല്ലെങ്കിൽ കള്ളക്കർക്കടകമെന്നും പറഞ്ഞിരുന്നു. കർക്കടകം വരുമ്പോഴാണ് ദക്ഷിണായനം ആരംഭിക്കുന്നത്. ഉത്തരായണം എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ പകലും ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയുമാണ്. അപ്പോൾ ദക്ഷിണായനം വന്നു കഴിയുമ്പോൾ വ്യാധികൾ അധികമായിട്ട് വരികയും ആഹാരാദികൾ ശരിക്കും കിട്ടാതാവുകയും ചെയ്യുന്ന ഒരു മാസമായിരുന്നു കർക്കടക മാസം. പ്രത്യേകിച്ചും നമ്മുടെ പൂർവികന്മാർ ജീവിച്ച കാലത്ത് അവർക്ക് കർക്കടക മാസം യാതൊരു ജോലിയും ചെയ്യാൻ മഴ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് യാതൊരു വിധമായ ജോലികളും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ അവർ ദേവീനെ വേണ്ടവണ്ണം ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദിവസവും ഈ കർക്കടക മാസം മുഴുവനും രാമായണം പാരായണം ചെയ്ത് അത് ആചരിച്ചു വന്നു. രാമായണത്തിന് 7 ലക്ഷണങ്ങളാണ് ഉള്ളത്. രാമൻ ജനിച്ചതും 7ാമത്തെ നക്ഷത്രത്തിലാണ്. രാമൻ വനവാസം പോയതും 7 × 2 14 വർഷമാണ്. സീതാദേവി ഗർഭിണിയായിരിക്കുന്നത് 7ാമത്തെ മാസത്തിലാണ് സീതാദേവിനെ ത്യജിച്ചത്. അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ കുതിരകളായ 7 കുതിരകൾ വെളുത്ത നിറം കൂട്ടിയതും അത്ര വെളുപ്പ നിറത്തിലുള്ള രാമൻ. 7 ലക്ഷണങ്ങളോടുകൂടിയ രാമായണം. അന്നത്തെ പൂർവികന്മാര് ആ രാമായണം പാരായണം ചെയ്ത് കർക്കടക മാസം മുഴുവനും രാമനെ സേവിച്ചുകൊണ്ടും ദേവിയെ ആശ്രയിച്ചുകൊണ്ടും ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ കഴിച്ച് ദേവിയെ ആരാധിച്ചു. അതുകൊണ്ട് അവർക്ക് മനസ്സമാധാനവും കിട്ടുകയും ആരോഗ്യവാന്മാരായിരിക്കുകയും ചെയ്തു. ഈ കർക്കടക മാസം കലിയുടെ ആരംഭ മാസമാണ്. കലി ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു മാസമാണ് കലി. അനവധി വ്യാധികളും നമ്മൾ കഴിച്ചാൽ ദഹിക്കാത്ത ആഹാരാദികളൊന്നും കഴിക്കാൻ പാടില്ല. മാംസാദികളൊക്കെ ഈ കർക്കടക മാസം മുഴുവനും ഉപേക്ഷിക്കേണ്ടതാണ്. ആരും ഒരു മാംസമോ കഴിച്ചാൽ ദഹിക്കാത്തതായിട്ടുള്ള യാതൊരുവിധ ആഹാരവും കഴിക്കരുത്. എല്ലാവരും പച്ചക്കറി കൊണ്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഈ കർക്കടക മാസം മുഴുവനും 2 നേരവും എണ്ണ തേച്ച് കുളിച്ച് വിശ്രമം കഴിഞ്ഞ് രാമായണ പാരായണം നടത്തിയാൽ ആരോഗ്യം നന്നായിരിക്കും എന്നും പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചു. അതിന് പകരമാണ് ഇപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നതിന് പകരമാണ് ആയുർവേദിക് ആസ്പത്രികളിൽ ചെന്ന് ദേഹത്തിന് ആരോഗ്യം വരുത്താൻ വേണ്ടി പലവിധമായ ഉഴിച്ചലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എണ്ണ തേച്ച് കുളിക്ക് പകരം ഇന്ന് ഉഴിച്ചലുകൾ എന്ന കർക്കടക മാസം അത് തീർച്ചയാക്കി. അതുപോലെ തന്നെ കർക്കടക മാസം വന്നു കഴിയുമ്പോൾ ദേവിക്ക് അതീവ പ്രാധാന്യം നമ്മളെ പൂർവികന്മാർ കൊടുത്തിരുന്നു. ദേവി ഭാഗവത പാരായണം, ലളിതാ സഹസ്രനാമ പാരായണം ഇതെല്ലാം അവർ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, ദേവിയെ ആശ്രയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വിശിഷ്ടമായ പൂർവികന്മാരുടെ കാലം കഴിഞ്ഞ് നമ്മളുടെ കാലം എത്തിയപ്പോഴേക്കും ഈ കലി
5126 വർഷമായിട്ട് ഇപ്പോൾ നമ്മളെ പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കലീനെ തരണം ചെയ്യണമെങ്കിൽ ദേവിയെ ആശ്രയിച്ച് ദിവസേന നാമസങ്കീർത്തനം ചെയ്യേണ്ടതാണ്. ദേവി നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് ഈ കലിയെ തരണം ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കലികാലം മുഴുവനും. അതുപോലെ രാമായണ പാരായണത്തിലൂടെ ദിവസേന നെയ്വിളക്കേറ്റി രാമരുടെ പടം വെച്ച് മാല അണിയിച്ച് ധൂപാദീപാദികളെ ബലവർഗങ്ങളെ കൊണ്ട് നിവേദിച്ച് രാമായണ പാരായണം തുടങ്ങണം. രാമായണ പാരായണം ശുദ്ധ വസ്ത്രം ഉടുത്ത് രാവിലെ 6 മണി മുതൽ 11 മണി വരെയും പിന്നീട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും പാരായണം ചെയ്യാം. 6 മണി മുതൽ 7 മണി വരെ ഹനുമാൻ തപസ്സിലായിരിക്കുന്നത് കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നത് ശ്രീ ഹനുമാൻ കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 6 മണിക്ക് ശേഷം പാരായണം ചെയ്യുന്നത് എല്ലാവരും വേണ്ട എന്ന് വെക്കേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. കഴിയുന്നത്രയും കാലത്ത് തന്നെ രാമായണം പാരായണം ചെയ്യുക. വൈകുന്നേരമാണെങ്കിൽ 5 മുതൽ 6 മണിക്കുള്ളിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചിരിക്കണം. വിശിഷ്ടമായ ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി അത് എല്ലാവരും സേവിക്കേണ്ടതാണ്. പലവിധമായ ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഞ്ഞി അത് സേവിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള പുഴുക്കളും മറ്റുള്ള ബീജങ്ങളെല്ലാം മരിച്ചു പോവുകയും നമ്മൾ ആരോഗ്യവാനായിരിക്കുകയും സാധിക്കും. കർക്കിടക മാസം പണ്ടത്തെ പോലെ ഇന്നിപ്പോൾ കർക്കിടക മാസം ജോലിയില്ലാത്ത ഒരു മാസമല്ല. എന്നാലും കർക്കിടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സങ്കടം വന്നു. കാരണം ദക്ഷിണായനം വന്നു കഴിഞ്ഞാൽ ദേവന്മാരെ കണ്ണടയ്ക്കും. ദേവന്മാരുടെ വെളിച്ചമാണ് ഉത്തരായണം. ഉത്തരായണം മുഴുവൻ അവർക്ക് പകലാണ്. ദക്ഷിണായനം 6 മാസം പകല്, 6 മാസം രാത്രി. അതുകൊണ്ടാണ് ഉത്തരായണം ദക്ഷിണായനം എന്ന് നമുക്ക് ഉണ്ടായത്. അപ്പോൾ ഡിസംബർ മുതൽ ജൂൺ വരെ ഉത്തരായണവും ജൂലൈ മുതൽ ഡിസംബർ വരെ ദക്ഷിണായനവും ആണ്. ഉത്തരായണത്തിൽ മുക്തി അടഞ്ഞാൽ നേരെ വൈകുണ്ഠത്തിലേക്ക് എത്താം എന്നാണ് വേദങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള വിശിഷ്ടമായ ആ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിച്ച് അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി ആഹാരമായിട്ട് കഴിക്കുക. വിശിഷ്ടമായ കഞ്ഞി ഔഷധ ചെടികളൊക്കെ കഴിച്ചതുള്ള കഞ്ഞിയാണത്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം സൂക്ഷിക്കാനായിക്കൊണ്ട് പുറത്ത് അധികം ഇറങ്ങരുത്. കാരണം അനവധി വിഷജന്തുക്കൾ പുറത്തു വരുന്ന സമയമാണ് ഈ കർക്കിടകം. അതോടൊപ്പം കലിയും ബാധിച്ച അവസ്ഥയാണത്. 5126 വർഷമായി കലി തുടങ്ങിയിട്ട് ഇപ്പോൾ 4,32,000 വർഷമാണ് മൊത്തം കലിയുടെ സമയം. കലി കൂടുന്തോറും നമുക്ക് കഷ്ടം അധികമായി വരും. നമുക്ക് അതിൽ നിന്നും വിലകി നിൽക്കാനായിട്ട് നാമസങ്കീർത്തനാദികളെ കൊണ്ട് മാത്രമേ ഈ കലിയെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ നാമസങ്കീർത്തനാദികളെ കൊണ്ട് ദേവിയെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തുകയും രാമായണ പാരായണം നടത്തുകയും ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം പല ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തില് ഗണപതി ഹോമം, ഭഗവതി സേവ എന്നുള്ളതും അതുപോലെ ദേവി പാരായണം, ദേവി ഭാഗവത പാരായണം നവാഹം എന്ന യജ്ഞത്തോടുകൂടി നടത്തുന്നതും സജ്ജനങ്ങൾക്ക് ആ ദേവിയുടെ കഥ കേട്ട് ആനന്ദിക്കുവാനും ആ കഥാശ്രവണത്തിലൂടെ സജ്ജനമായി തീരുവാനും അവിടെ ദേഹശുദ്ധി, മനഃശുദ്ധി, ആത്മശുദ്ധി എന്നിവ വരുത്തുവാനും അത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവിയുടെ അനവധി അവതാര കഥകളെ മനസ്സിലാക്കുവാനും ശ്രീ ദേവി ഭാഗവതം നമ്മളെ സഹായിക്കുന്നു. ഈ ദേവി ഭാഗവതം ദേവി എടുത്ത അനവധി അവതാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭാഗവത കഥകളാണ്. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ച് 336 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളായും എഴുതിയത്, അതുപോലെ തന്നെയാണ് വ്യാസഭഗവാൻ ദേവി ഭാഗവതവും 12 സ്കന്ധങ്ങളായിട്ട് എഴുതിയത്. ദേവിയുടെ ഓരോരോ അംഗങ്ങളെയാണ് സ്കന്ധങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ വിശിഷ്ടമായ ശ്രീ ദേവി ഭാഗവതം അവരവരുടെ വീടുകളിൽ ദിവസേന ഒരു സ്കന്ധം ഒരു അധ്യായമെങ്കിലും പാരായണം ചെയ്തിരിക്കണം.
ആ ദേവിയുടെ ചൈതന്യം നമ്മുടെ എല്ലാ വീടുകളിലും ഈ കർക്കടക മാസത്തിൽ ഉണ്ടായിരിക്കണം. ദേവിയെ വേണ്ടവണ്ണം ആശ്രയിക്കണം. ഈ കർക്കടക മാസം മുഴുവനും നേരത്തെ തന്നെ കുളിക്കുക. 6 മണിക്കുള്ളിൽ എല്ലാവരും സ്നാനം ചെയ്ത് ശുദ്ധമായ വസ്ത്രമെടുത്ത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ച് വീട്ടിലേക്ക് വന്ന രാമായണ പാരായണം നടത്തി ദേവിയെ ആശ്രയിച്ച് ലളിതാ സഹസ്രനാമവും പാരായണം ചെയ്യുക. അത്രയ്ക്കും വിശിഷ്ടമായ ഒരു മാസമാണ് ഈ കർക്കടക മാസം. അതുകൊണ്ട് വ്യാധികൾ അധികമായിട്ട് വരുന്ന മാസവും ഈ കർക്കടകം തന്നെയാണ്. ആഹാരാദികൾ ശരിക്ക് കിട്ടാത്ത മാസവും ഈ കർക്കടക മാസം തന്നെയാണ്. ഇത് ഇക്കാലത്തേക്ക് ബാധകമല്ല. പൂർവികന്മാരൊക്കെ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ രാമായണം കർക്കടക മാസം മുഴുവനും പാരായണം ചെയ്യാൻ തയ്യാറായത്. അങ്ങനെ വിശിഷ്ടമായ ഈ രാമായണ പാരായണം, അതുപോലെ തന്നെ നാലമ്പല ദർശനം കർക്കടക മാസത്തിൽ വളരെ വിശിഷ്ടമാണ്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളെ ഒരേ ദിവസം കണ്ട് നമസ്കരിച്ചുകൊണ്ട് ആ 4 ദേവന്മാരെയും ആശ്രയിച്ചു വരുന്ന ഈ നാലമ്പലം എന്നുള്ള ക്ഷേത്ര ദർശനം വളരെ വളരെ വിശിഷ്ടമാണ്. ഈ കർക്കടക മാസത്തിൽ പല ക്ഷേത്രങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും സജ്ജനങ്ങള് ഈ 4 ക്ഷേത്രങ്ങൾക്കായിട്ട് പലവിധ ബസ്സുകളിലായിട്ട് യാത്ര ചെയ്ത് നാലമ്പലം തൊഴുതു വരുന്നുണ്ട്. വിശിഷ്ടമായ കർക്കടക മാസത്തിലെ ദർശനം നാലമ്പല ദർശനമാണ്. അതും പുണ്യം തന്നെയാണ്. ഞങ്ങളുടെ വിശിഷ്ടമായ ഈ കർക്കടക മാസം നമ്മൾ വളരെ ഭക്തിശ്രദ്ധയോടുകൂടി ആചരിക്കേണ്ട ഒരു മാസം തന്നെയാണ്. സജ്ജനങ്ങളെല്ലാവരും ആ ദേവിയുടെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ടും രാമായണ പാരായണം കൊണ്ടും രാമൻ മനുഷ്യനായി ജനിച്ച് അനവധി കഷ്ടങ്ങൾ അനുഭവിച്ച 7ാമത്തെ അവതാരമാണ് രാമാവതാരം. അവിടെയും 7 വന്നിരിക്കുന്നത്. രാമൻ ജനിച്ച നക്ഷത്രം 7. രാമൻ കാട്ടിലേക്ക് പോയത് 7 × 2 = 14. അതുപോലെ രാമൻ സീതാദേവിയെ കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ ഗർഭിണിയായിരുന്നു. 7ാം മാസം ഗർഭിണിയായിരുന്നു. അതുപോലെ തന്നെ 7 കുതിരകളെ കൂട്ടിയ സൂര്യവംശത്തിലാണ് രാമൻ ജനിച്ചതും. ഇത്രയെല്ലാം വിശിഷ്ടമായ ആ രാമായണത്തിലെ ആഞ്ജനേയ സ്വാമി പ്രമുഖ വ്യക്തിയായിട്ട് അവിടെ അർച്ചനം വന്ദനം ദാസ്യം സത്യമാത്മനിവേദനം ഇതി പുംസാത്വിതോ വിഷ്ണു ഭക്തിച്ചേനവലക്ഷണ. 9 വിധമായ ഭക്തിയിലൂടെ നമ്മൾ ദേവിയെ ആശ്രയിക്കാം. അതിൽ 8 വിധവും നമുക്ക് സാധിക്കാത്തതാണ്. എന്താ ആ 8 വിധത്തിലുള്ള പറയുന്നിരിക്കുന്നതും നമുക്ക് സാധിക്കാത്തതാണ്. ഒന്നാണ് ഈ കലികാലത്ത് നമുക്ക് സാധിക്കുക. അത് നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹരിനാമം ജപിച്ചാൽ, ഒരു ദേവിയുടെ നാമം ജപിച്ചാൽ അതെല്ലാവിധ പാപങ്ങളും അകന്നു കിട്ടും ഈ കലികാലത്തില്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ആ ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ കഥകളെ ഓരോരോ ക്ഷേത്രങ്ങളും രാമായണ മാസമായിട്ട് കൊണ്ടാടുന്ന അനവധി ക്ഷേത്രങ്ങളിലെ രാമായണ പാരായണം, വീടുകളിൽ രാമായണ പാരായണം, ഇതെല്ലാം നമ്മുടെ പൂർവികന്മാരെ നടത്തി വന്നിരുന്നത് തലമുറകളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. പലവിധ പൂർവികന്മാര് നടത്തിയിരുന്ന പലവിധ ഉള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഇല്ലാതായിരിക്കുകയാണ് ഈ കലികാലം വന്നതോടുകൂടി. എന്നാലും രാമായണ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും രാമായണ പാരായണവും അതുപോലെ തന്നെ ദേവിയെ ആരാധിക്കലും തുടങ്ങിക്കഴിഞ്ഞു. പണ്ടത്തെ പൂർവികന്മാര് നമ്മള് എല്ലാവിധ അനുഷ്ഠാനങ്ങളും കർമാനുഷ്ഠാനം, ധർമാനുഷ്ഠാനം, ഭാഗവതാനുഷ്ഠാനം, അതുപോലെ പിതൃയജ്ഞം, ദേവയജ്ഞം, ജന്തുയജ്ഞം, ഋഷിയജ്ഞം, മാതൃയജ്ഞം, ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. അവർ സത്യസന്ധന്മാരായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഭഗവത് ഭക്തിയോടുകൂടി ദേവിയെ ആരാധിച്ചുകൊണ്ടും ശ്രീരാമനെ ശ്രദ്ധയോടെ രാമായണ പാരായണം ചെയ്തുകൊണ്ടും ആശ്രയിച്ച് കലികാലത്തിൽ നിന്നും മുക്തി നേടിയവരൊക്കെ നമ്മളും ഈ കർക്കടക മാസം വന്നതോടുകൂടി ആ ശ്രീരാമചന്ദ്രമൂർത്തിയെ ആശ്രയിച്ചുകൊണ്ടും ദേവിയുടെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ടും വേണ്ടവണ്ണം ഈ കലികാലത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം. അമ്മേ.